നന്നായി ഉണ്ണാൻ. കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല. കുട്ടികൾ വിശന്നു കരയുന്നു. അതെ അതെ, ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? മനുഷ്യരുടെ പരാതി കേട്ടു മടുത്തു. വാഴ തിന്നു, കരിമ്പു നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ. പടക്കമെറിയും, വെടിവെയ്ക്കും. ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നുന്നത്രേ, കതിരു കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് മുണ്ട് പരാതികൾ. നമുക്കും വിശപ്പില്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ. അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ല തടിമിടുക്കില്ലേ? നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു? കാട്ടിലെ കൂട്ടുകാർ ഒന്നിച്ചു ചേർന്ന് കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ്. അവർ നിലം ഒരുക്കുന്ന തിരക്കിലാണ്. രണ്ടാനകൾ വലിയ തുമ്പിക്കയെ വെള്ളം നിറച്ച് കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അവർ വെള്ളം മണ്ണിലേക്ക് ഒഴിക്കുന്നു. ഒരു കുഞ്ഞു കുരുവിയിൽ വെള്ളം എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി ചെറിയ ചാലുകൾ ഉണ്ടാക്കുന്നുണ്ട്. 2 കുഞ്ഞനെലികൾ വിത്ത് നടാൻ വേണ്ടി മണ്ണെല്ലാം കിളച്ചുമറിക്കുകയാണ്. അവരുടെ കൂട്ടുകാരായ കുറുനരികളും കൂടെയുണ്ട്. അവർ പുല്ലുകൾ പറിച്ചു മാറ്റി കൃഷിസ്ഥലം വൃത്തിയാക്കാൻ സഹായിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ട് കാട്ടിൽ നല്ലൊരു കൃഷി ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. കൂട്ടുകാർക്ക് ഉത്സാഹമായി. എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി. എല്ലാം റെഡി, ഇനി തുടങ്ങാം. കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ? കലപ്പ, നിലം ഉഴാൻ, അതായത് നിലം കൃഷി ചെയ്യാൻ പാകമാക്കാൻ. കൂട്ട, മണ്ണും വളവും കല്ലും വിളവും ഒക്കെ എടുത്തു കൊണ്ടുപോകാൻ. അരിവാൾ, പുല്ല് വെട്ടാനും നെല്ല് പോലുള്ളവ മുറിച്ചെടുക്കാനും. മഴു, മരം മുറിക്കാനും മരക്കൊമ്പുകൾ വെട്ടാനും. കാളവണ്ടി, കൃഷിക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകാൻ. ട്രാക്ടർ, നിലം വളരെ വേഗത്തിൽ ഉഴുതുമറിക്കാൻ. പറയാൻ, എഴുതാൻ. കുരങ്ങൻ, എന്തെല്ലാം കൃഷി ചെയ്യണം? ആന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിമ്പ് നമുക്ക് നടാൻ. കുരുവി, എനിക്ക് ധാരാളം നെൽമണികൾ വേണം, അത് നടാം. എലി, നമുക്ക് കിഴങ്ങുകൾ നടാം, അതാണ് എനിക്കിഷ്ടം. മുയൽ, എനിക്ക് കാരറ്റാണ് ഇഷ്ടം, നമുക്ക് എല്ലാ പച്ചക്കറികളും നടാം. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം, എഴുതാം. കൂട്ടിച്ചേർത്ത വരികൾ: വെള്ളമൊഴിക്കണം നന്നായി, വെള്ളമൊഴിക്കണം. കള പറിക്കണം നന്നായി, നട്ടു വളർത്തണം. വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു. വിളവെടുപ്പ് ഉത്സവമായി. എല്ലാവരും ഒത്തുകൂടി. എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത്? കണ്ടാൽ കുട്ടയോളം വട്ടമുള്ള ചേന, ഓറഞ്ച് നിറമുള്ള കാരറ്റ്, നീളമുള്ള മരച്ചീനി, പച്ച പട്ടുടുപ്പിട്ട ചീര. പറഞ്ഞതെന്തല്ല, ഹായ് എന്തു രുചി! പഴത്തിനും നല്ല സ്വാദുണ്ട്. എലി, ഇത്രയധികം കപ്പ കഴിച്ചിട്ട് വയറ് നിറഞ്ഞല്ലോ. കിളി, എല്ലാം നല്ല സ്വാദുണ്ട്, അടുത്ത കൊല്ലത്തേക്കുള്ള വിത്തുകൾ എടുത്തു വയ്ക്കണോ? തത്ത, ഈ നെല്ലിന് നല്ല മണമുണ്ടല്ലോ. ഒത്തുപിടിച്ചാൽ മലയും പോരും. കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. നട്ടാലേ നേട്ടമുള്ളൂ. മുൻവിള പൊൻവിള. ഞാറുറച്ചാൽ ചോറുറച്ചു. മണ്ണ് വിറ്റു പൊന്നു വാങ്ങരുത്. ആഴത്തിലൊഴുത് അകലെ നടണം. താരിളം തെയ്യാ തെയ്യത്താര, താരിളം തെയ്യാരാ. ആനമലയിലെ കൂനമലയിലെ കാടൊതുക്കി തെയ്യാര. കിളകളച്ചതും നനച്ചതും വിതച്ചതും തെയ്യാര. താരിളം തെയ്യാരാ, തക തക താരിളം തെയ്യാരാ.
താരിളം തെയ്യ തെയ്യത്താര താരിളം തെയ്യാര. ആനമലയിലെ കൂനമലയിലെ വിതച്ചതും തെയ്യാര. മുള പൊടിച്ചതും വളമെറിഞ്ഞതും തെവി നനച്ചതും തെയ്യാര. താരിളം തെയ്യാര തക തക താരിളം തെയ്യാര. താരിളം തെയ്യ തെയ്യത്താര താരിളം തെയ്യാര. ആനമലയിലെ കൂനമലയിലെ തെവി നനച്ചതും തെയ്യാര. കള പറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തെയ്യാര. താരിളം തെയ്യാര തക തക താരിളം തെയ്യാര. താരിളം തെയ്യ തെയ്യത്താര താരിളം തെയ്യാര. താരിളം തെയ്യാര തക തക താരിളം തെയ്യാര. താരിളം തെയ്യ തെയ്യത്താര താരിളം തെയ്യാര. താരിളം തെയ്യാര തക തക താരിളം തെയ്യാര. താരിളം തെയ്യ തെയ്യത്താര താരിളം തെയ്യാര. നന്നായി ഉണ്ണാൻ ചിത്രകഥയെ കഥയാക്കി പറയാം, എഴുതാം. കാട്ടിലെ കൃഷി. കാട്ടിലെ കൂട്ടുകാരായിരുന്നു ആനകളും എലിയും പക്ഷികളും. ഒരു ദിവസം ആന പറഞ്ഞു, കൂട്ടുകാരെ, കാട്ടിൽ നമുക്ക് ഭക്ഷണം കുറവാണ്. കുറേ ദിവസമായി നമ്മൾ വിശന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റു ആനകളും വിഷമത്തോടെ തലയാട്ടി. അതെ, മനുഷ്യർ കാട് വെട്ടി നശിപ്പിക്കുന്നു. നമ്മുടെ ആഹാരമെല്ലാം അവർ കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? അത് കേട്ട് ചെറിയ എലി പേടിയോടെ പറഞ്ഞു, അവർ നമ്മളെ പിടിക്കാനും കൊല്ലാനും വരുന്നുണ്ടത്രേ. അപ്പോൾ പക്ഷികൾ വിഷമത്തോടെ പാടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തീറ്റയില്ല, എവിടെയും പച്ചപ്പില്ല. ഒരു വലിയ ആന സങ്കടത്തോടെ കരഞ്ഞു, നമ്മൾക്കാരും സഹായിക്കാനില്ലേ, ഇനി എന്തു ചെയ്യും? അപ്പോൾ ഒരു കുഞ്ഞാന മുന്നോട്ട് വന്നു പറഞ്ഞു, നമുക്ക് തനിയെ ആഹാരമുണ്ടാക്കിയാലോ? കൃഷി ചെയ്താൽ എന്താ? മറ്റൊരു ആന ചോദിച്ചു, കൃഷിയോ? അതെങ്ങനെ ചെയ്യും? അപ്പോൾ കുഞ്ഞാന പറഞ്ഞു, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ജോലികളുണ്ടല്ലോ. ഞാനും വലിയ ആനകളും നിലം ഉഴുതുമറിക്കാം. ചെറിയ എലി വിത്തുകൾ കൊണ്ടുവരട്ടെ. പക്ഷികൾക്ക് കാവൽ നിൽക്കാം. എല്ലാവർക്കും ഇത് നല്ല ആശയമായി തോന്നി. അവർ ഒത്തുചേർന്ന് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കാട്ടിൽ ഒരുമിച്ച് കൃഷി തുടങ്ങി. നാടകം. കാട്ടിലെ കൂട്ടുകാരുടെ കൃഷി. കഥാപാത്രങ്ങൾ: കുഞ്ചു കൊച്ചാന, വലുപ്പൻ വലിയ ആന, ചുണ്ട് നീണ്ടൻ എലി, ചിപ്പി കുരുവി. രംഗം 1. കുഞ്ചുവും വലുപ്പനും വിഷമിച്ചിരിക്കുന്നു. കുഞ്ചു: വലുപ്പാ, എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ ഒന്നുമില്ലല്ലോ. വലുപ്പൻ: അതേ കുഞ്ചു, കാടെല്ലാം വെട്ടി നശിപ്പിച്ചു. ചുണ്ടുനീണ്ടൻ ഓടി വരുന്നു. ചിപ്പി പറന്നെത്തുന്നു. ചുണ്ടുനീണ്ടൻ: അയ്യോ, മനുഷ്യർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടത്രേ. ചിപ്പി: ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റയില്ല. കുഞ്ചു എഴുന്നേൽക്കുന്നു. കുഞ്ചു: കൂട്ടുകാരെ, നമുക്ക് കൃഷി ചെയ്താലോ? വലുപ്പൻ: കൃഷിയോ? എങ്ങനെ? കുഞ്ചു: ഞാനും വലുപ്പനും മണ്ണ് കിളയ്ക്കാം. ചുണ്ടുനീണ്ടൻ വിത്തുകൾ കൊണ്ടുവരട്ടെ. ചിപ്പി കാവൽ നിൽക്കാം. രംഗം 2. കുറച്ചുനാൾ കഴിഞ്ഞ്. കൃഷിത്തോട്ടത്തിൽ പച്ചക്കറികളും നെല്ലും വളർന്നു നിൽക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ തോട്ടം നോക്കുന്നു. കുഞ്ചു: നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ കൃഷി വിജയിച്ചു. വലുപ്പൻ: ഒരുമിച്ചാൽ എന്തും നേടാം. ചുണ്ടുനീണ്ടൻ: ഇനി നമുക്ക് വിശക്കില്ല. ചിപ്പി: സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുന്നു. അവസാനം എല്ലാവരും ഒരുമിച്ച് പാടുന്നു. ഒന്നിച്ചു നിന്നാൽ വിജയം നമുക്ക് ഒന്നിച്ചു പാടാം. സന്തോഷത്തോടെ കൃഷി ചെയ്തപ്പോൾ ആഹാരമുണ്ടായി. ഒരുമയുടെ ശക്തി അത് വലുതല്ലേ? കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം. പിടിച്ചാൽ ഒരു പിടി, അലിഞ്ഞാൽ ഒരു മുറം ചീര, അകത്തറുത്താൽ പുറത്തെറിയും ചക്ക. ചേർത്ത് പറയാൻ എഴുതാം. നിലം ഒരുക്കി,
നിലമൊരുക്കി, വിളവെടുത്തു, കതിരണിഞ്ഞു. എഴുതി നോക്കാം. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. നമുക്ക് ആഹാരം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ്. എന്തെല്ലാം കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? എഴുതി നോക്കാം. ചോളം, ഓട്സ്, ബാർലി, റാഗി, സോയാബീൻ, ബീൻസ്, കാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട്, മത്തൻ, കുമ്പളങ്ങ, വെള്ളരി, പാവയ്ക്ക, മുരിങ്ങ, മാങ്ങ, ചക്ക, ചീര, കറിവേപ്പില, പുതിന, മല്ലിയില, കപ്പ, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചി, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കരിമ്പ്, കടുക്, എള്ള്, നിലക്കടല. ഞാൻ കലപ്പ. കൂട്ടുകാരെ, ഞാനാണ് കലപ്പ. കൃഷി ചെയ്യാൻ നിലമൊരുക്കണ്ടേ? മണ്ണ് നന്നായി ഇളക്കി മറിച്ചാണ് നിലമൊരുക്കുന്നത്. അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും. കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരും ഒക്കെ എന്നെ വലിച്ചു കൊണ്ടുപോകും. കാലം മാറി. യന്ത്രങ്ങൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടാതായി. കടങ്കഥ നിർമ്മിക്കാം. ചുവന്ന കുപ്പായക്കാരൻ, പച്ച തൊപ്പിക്കാരൻ, കറിയിലും സാലഡിലും കേമൻ, പുളിരസത്തിൽ മുന്നിൽ. ഞാൻ ആരാണ്? തക്കാളി. പച്ച നിറത്തിൽ ഞാൻ നിൽക്കും. ഒന്ന് തൊട്ടാൽ കയ്യരിയും. കറിക്കു ഞാൻ കൂട്ടാണ്. എരിവാണ് എൻ്റെ ഗുണം. ഞാൻ ആരാണ്? പച്ചമുളക്. ഓറഞ്ച് നിറത്തിൽ ഞാൻ നിലത്ത് വളരും. മണ്ണിനടിയിൽ ഒളിച്ചിരിക്കും. കണ്ണുകൾക്ക് നല്ലതാണ്. മധുരമുള്ളൊരു കിഴങ്ങാണ് ഞാൻ. ഞാൻ ആരാണ്? കാരറ്റ്. കൃഷിയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? കണ്ടെത്തി എഴുതാം. മണ്ണൊരുക്കാൻ. വിത്ത് നടാൻ മണ്ണ് വൃത്തിയാക്കുന്നു. വിത്തിടാൻ. നല്ല വിത്തുകൾ മണ്ണിൽ നടുന്നു. വെള്ളം കൊടുക്കാം. ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നു. കള പറിക്കാം. വേണ്ടാത്ത പുല്ലുകൾ മാറ്റുന്നു. വിളവെടുക്കാൻ. ചെടിയിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും പറിച്ചെടുക്കുന്നു. കൃഷിപ്പണിയല്ലാതെ വേറെ ഏതെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്? അന്വേഷിച്ചു കണ്ടെത്താം. ഡോക്ടർ, നഴ്സ്, അധ്യാപകൻ, അധ്യാപിക, പോലീസ് ഉദ്യോഗസ്ഥൻ, കടയുടമ, ഓട്ടോ ഡ്രൈവർ, ബസ് ഡ്രൈവർ, നിർമ്മാണ തൊഴിലാളി, എഞ്ചിനീയർ, അക്കൗണ്ടന്റ്, വക്കീൽ, ചെറുകിട കച്ചവടക്കാർ, മീൻപിടുത്തക്കാർ. നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വരച്ചു നോക്കാം.